തങ്ങളുടെ സൈനിക താവളത്തിനടുത്ത് ഇസ്രയേലിൻ്റെ ബോംബ് വീഴാൻ പാടില്ല പറയുന്നത് റഷ്യയാണ്. കഴിഞ്ഞ ദിവസം സിറിയയിലെ റഷ്യൻ സൈനിക താവളത്തിന് തൊട്ടടുത്തായി ഇസ്രയേൽ സിറിയയിൽ ആക്രമണം നടത്തുകയുണ്ടായി. ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രയേലിൻ്റെ ആക്രമണം. ഈ ആക്രമണം റഷ്യൻ സൈനിക ക്യാമ്പിന് ഭീഷണിയാവുമെന്ന് വന്നതോടെയാണ് ഇസ്രയേലിനോട് സ്വരം കടുപ്പിച്ചുകൊണ്ട് റഷ്യ രംഗത്ത് വന്നിരിക്കുന്നത്. സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിൻ്റെ ജന്മദേശത്തിന് സമീപവും മെഡിറ്ററേനിയൻ തീരത്തെ റഷ്യയുടെ പ്രധാന സിറിയൻ താവളങ്ങൾക്ക് സമീപവും ഞായറാഴ്ചയാണ് ഇറാൻ സൈന്യത്തിൻ്റെയും പ്രോക്സി ഗ്രൂപ്പുകളുടെയും സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ടാർട്ടൂസ് എന്ന പ്രവിശ്യയുടെ തെക്ക് ഭാഗങ്ങളിൽ 2 ആക്രമണങ്ങളാണ് പ്രധാനമായും ഇസ്രയേൽ സൈന്യം നടത്തിയത്. ഈ ആക്രമണങ്ങളിൽ 3 സിറിയൻ സൈനികർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സിറിയൻ സൈന്യം വ്യക്തമാക്കി. മറ്റൊരാക്രമണം നടന്നത് ഡമാസ്കസിന് തൊട്ടടുത്താണ്. ഡമാസ്കസിൻ്റെ വടക്ക് കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിലെ ലത്താക്കിയ, ഫെമിം തുടങ്ങിയ സ്ഥലങ്ങളിലുമാണ് ആക്രമണമുണ്ടായത്. ഗാസയിലെ ഹമാസിനും ലെബനാനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂത്തികൾക്കും സിറിയ വഴിയാണ് ആയുധങ്ങൾ ഇറാൻ സൈന്യവും ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമൊക്കെ എത്തിക്കുന്നത് എന്ന കണ്ടെത്തലാണ് ഇസ്രയേലിൻ്റെത്. ഇറാൻ ചാരസംഘടനകൾ സൈനിക ആയുധ പരിശീലനങ്ങളും ഇവിടങ്ങളിൽ നടത്തുന്നതായി ഇസ്രയേലിന് അഭിപ്രായമുണ്ട്. നേരത്തെ സിറിയയിലെ വിമാനത്താവളത്തിൻ്റെ റൺവേ ഇസ്രയേൽ ബോംബിട്ട് തകർത്തിരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇസ്രയേലുമായി ഇറാൻ യുദ്ധമുണ്ടായാൽ ഇറാൻ യുദ്ധവിമാനങ്ങൾ സിറിയൻ വിമാനത്താവളങ്ങളിൽ ഇറങ്ങാതിരിക്കുവാനായിരുന്നു റൺവേ ഇസ്രയേൽ തകർത്തത്. ഡമാസ്കസിലെ തുറമുഖ നഗരത്തിന് തെക്ക് അബു അഫ്സ ഗ്രാമത്തിന് സമീപമുള്ള ഒരു ഇറാനിയൻ താവളവും സമീപത്തുള്ള വ്യോമ പ്രതിരോധ റഡാർ സ്റ്റേഷനും ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്നാണ് ടാർട്ടൂസ് തീരപ്രദേശത്തിലെ സിറിയൻ സൈനിക ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കിയത്. റഷ്യൻ യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്ന ടാർട്ടൂസ് തുറമുഖത്തുള്ള റഷ്യൻ നാവികസേനയുടെ ഏക മെഡിറ്ററേനിയൻ താവളത്തിന് സമീപമായിരുന്നു ആക്രമണങ്ങൾ. ഈ തുറമുഖ നഗരത്തോട് ചേർന്ന് തന്നെയാണ് റഷ്യയുടെ സൈനിക ബേസും സ്ഥിതി ചെയ്യുന്നത്. വിമാനത്താവളവും റഷ്യൻ വ്യോമ താവളവും ഈ പറയപ്പെടുന്ന ലതാക്കിയോട് ചേർന്നുള്ള ഫെമിം എന്ന പട്ടണത്തിന് സമീപമാണ്. ലതാക്കിയയും ഫെമിം പട്ടണവും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ്. സമീപകാലത്ത് ഇറാനെ ലക്ഷ്യം വെച്ചുള്ള നിരവധിയായ ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ നേതൃത്വം നൽകിയിരുന്നു എങ്കിലും റഷ്യൻ സൈനിക ബേസിനടുത്തോ ആ പ്രദേശങ്ങളിലോ ഇസ്രയേൽ കടന്നു വന്നിരുന്നില്ല. എന്നാൽ ആദ്യമായി അതും സംഭവിച്ചു. പശ്ചിമേഷ്യയിൽ റഷ്യയുടെ ഏക സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് സിറിയയിലാണ്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ബഷാർ അൽ അസദിനെ അട്ടിമറിക്കാൻ ശ്രമം ആരംഭിച്ചപ്പോൾ ബഷാർ അൽ അസദിന് സൈനിക സഹായം നൽകിയതും ആക്രമണങ്ങളെ പ്രതിരോധിച്ചതും റഷ്യൻ സൈനികരായിരുന്നു. വിമതരെ കൊന്നൊടുക്കാൻ അന്ന് രംഗത്തുണ്ടായിരുന്നതും റഷ്യൻ സേന തന്നെ. ആ സഹായത്തിനാണ് സിറിയ റഷ്യക്ക് സൈനിക ബേസ് പ്രവർത്തിക്കുവാനുള്ള അനുമതി നൽകിയത്. ഈ ബേസിനടുത്തുള്ള ഇസ്രയേൽ ആക്രമണത്തെ റഷ്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. റഷ്യൻ സൈനിക ബേസിൽ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ മറ്റോ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും സംഭവത്തെ റഷ്യ അതീവ ഗൗരവത്തോടെ തന്നെയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം റഷ്യ സന്ദർശിച്ച ഇസ്രയേൽ സ്ട്രാറ്റജി കാര്യമന്ത്രിയോട് ഇക്കാര്യം റഷ്യ ഉണർത്തിയിട്ടുമുണ്ട്. സിറിയയിൽ ഇറാൻ വളർത്തുന്ന സൈനിക പരിശീലനങ്ങളും ആയുധ കൈമാറ്റങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് ഇസ്രയേലിന്റെ വാദം. Waytonikah.com, the exclusive Muslim matrimonial site.